ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്തിനാ, ഞാൻ ഉമ്മാനോട് അടി കൂടുമ്മ മേടിച്ച ടൗണിൽ നിന്ന് ഉമ്മാനിങ്ങനെ ചെറിയ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഉമ്മാനെ ഞാൻ എങ്ങനെ ഫോഴ്സ് ചെയ്തത് ഇതൊക്കെ ഒഴിപ്പിച്ചു. അതേപോലെ എൻ്റെ ടൗണിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞ് മൂക്കുന്നൊക്കെ ഒലിപ്പിച്ചിട്ടാണ് ഉമ്മാനക്ക് ഒരു ബാലഭൂമിയും ബാലരമയും മേടിച്ചത്. ആ സമയത്ത് തന്നെ കളിക്കൊടുക്കാൻ മിന്നാമിനി രണ്ടും അവിടെ ഉണ്ടായിരുന്നു. ആ രണ്ടും കൂടി മേടിക്കണം എനിക്കുണ്ട്. പക്ഷെ ഉമ്മ എനിക്ക് മേടിച്ചു തന്നില്ല. ഇനിയുടെ ബുക്ക് വാങ്ങണമെന്ന് ചോദിച്ചെന്നോട്. അല്ലോ അപ്പോൾ ഇനി എന്താ പൈതലാന്നൊക്കെ ചോദിച്ച് എത്രയൊക്കെ കിച്ചാണോ ഞാൻ പഠിക്കത്തില്ല. അപ്പോൾ മിന്നിയും പിന്നെ കളിക്കുടിക്കാൻ മേടിക്കണം എനിക്കുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് ഉമ്മ മേടിച്ച് തരാത്തതുകൊണ്ട് ഞാൻ എന്തൊക്കെ അതൊന്ന് മറിച്ചിട്ട് നോക്കിയ സമയത്ത് മൂനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ കാറുണ്ടല്ലോ, റെഡ് കാറ്, അതൊക്കെയാണ് മെയിൻ നെക്സ്റ്റ്. അത് മേടിക്കണം എന്തായാലും ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് എന്താണ് പോകും ഒന്നും കൂടി ഞാൻ ഇട്ട് നോക്കിയാൽ ഉമ്മ മേടിച്ച് തരുമായിരിക്കും. അയ്യോ, അപ്പോൾ ജസ്റ്റ് പഴയ നെക്സ്റ്റ് ഫീലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗൂഗിളിലൊക്കെ അടിച്ചാൽ കിട്ടും തോന്നുന്നു ഇങ്ങനത്തെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും ഈ ബുക്ക് ഫസ്റ്റ് കിട്ടിയ ടൈം തന്നെ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മണത്ത് നോക്കണം. അയ്യോ, വല്ലാത്തൊരു ഫീലായിരിക്കും അതിന്. ഇപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ടില്ല. പക്ഷെ അന്നത്തെ ഒരു സ്മെല്ലില്ല. മേടിച്ച ഫസ്റ്റ് ടൈം ഞാൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആക്കിയ സമയത്തുള്ള ഒരു സ്മെല്ല് അതില്ല. പക്ഷെ എന്നാലും ഉണ്ട്. ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ രണ്ടും ഒരൊറ്റ ഇരിപ്പിന് വായിച്ചു. എന്നിട്ട് ഞാൻ എവിടെയോ വെച്ചു. പക്ഷെ ഇപ്പോൾ ബാലഭൂമി കാണുന്നില്ല. ഓൺലി ബാലരമ മാത്രം ഉണ്ട്. അപ്പോൾ വിചാരിച്ച് നമ്മൾ പഴയ ആ ഒരു നൊസ്റ്റാൾജിക് ഫീല് വരാൻ. പക്ഷെ അതിലൊരുപാട് മാറ്റങ്ങൾ വന്നു. എന്നുവെച്ചാൽ മെയിനായിട്ട് ബാലരമ സൈസിൽ വ്യത്യാസം വന്നിട്ട്. പക്ഷെ ബാലരമ സൈസിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ബാലരമ അപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു സൈസ്. പക്ഷേ ബാലഭൂമി കുറച്ചൊരു സൈസ് വലുതായി. അതിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റൂല, ഞാൻ കാണുന്നില്ല ഇവിടെ. പിന്നെ അതോ കാണുകയാണെങ്കിൽ ഞാൻ എടുത്തുതരാം. അപ്പോൾ ഇനി ബാലരമയിൽ തന്നെ ഫസ്റ്റ് ഇതിൻ്റെ എന്താ പറയുക, ഫ്രണ്ട് പേജിൽ നമ്മളെ നോർമലി എപ്പോഴും ഉണ്ടാകുന്ന പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ട് വിവരണം വെച്ചാൽ അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ഒരു കഥയാണ്. പക്ഷെ എനിക്കിന് മെയിനായിട്ട് റെയിൻബോ റിയോൺ ഇതൊന്നും നമുക്കില്ലാത്ത കാരണം നമ്മളൊന്നും ഇത് മേടിച്ചിട്ട് വായിക്കുന്ന ഒരു സമയത്ത് ഇല്ലാത്ത സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അധികം ഉള്ളത്. സത്യം പറയാലോ, എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു പഴയ ബാലരമയല്ല ഇപ്പോഴത്തെ ബാലരമ. പണ്ട് ബാലരമ പഠിക്കുന്ന സമയത്ത് എത്ര പൈസയായിരുന്നു, ഒരു 10 12 അങ്ങനെ ഉണ്ടായിരുന്നു പൈസ. അപ്പോൾ ഇപ്പോൾ 25 ബാലഭൂമിയായാലും ബാലരമയായാലും രണ്ടിനും. അപ്പം ജൂനിയർ സൂത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നുണ്ട്, എനിക്ക് വലിയ ഇഷ്ടം. അത് നമുക്ക് ജൂനിയർ സൂത്രനൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് സൂത്രന് ശരിയല്ല അല്ലേനാ അതന്നെ. പിന്നെ ഡ്രാക്കുള, ഇതൊന്നും നമുക്കില്ലാത്തതാടാ. ഇതൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. കണ്ടോ സെൽഫിയിൽ ടൈപ്പിൽ എടുക്കുന്നുണ്ട് തലതിരിട്ടാണ്. അപ്പോൾ പിന്നെ പസില്, പദപ്രശ്നം, സൂത്രൻ, നമ്മളെ സൂത്രൻ കേട്ടോ മക്കളെ. അയ്യോ ഇതൊക്കെ പണ്ട് എന്താ പറയുക 10th പഠിക്കുന്ന സമയത്ത് എക്സാം ടൈമിനൊക്കെ എത്രയോ ബുക്കിൽ വെച്ചിട്ട് ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പഠിക്കുന്ന കണ്ടിട്ട് ഇതൊക്കെ വായിച്ചൊരു ടൈമുണ്ട്. എൻ്റെ പൊന്നേ, ഇതിൽ പിന്നെ മെയിനായിട്ട് ഇതാണ് 2024 ഓഗസ്റ്റ് 10 ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇതിൽ സൂത്രൻ ക്ലാസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള 16 പേജ് സൂത്രൻ തന്നെ ഉണ്ട്.
ഇത് നല്ല രസമാണ് വായിക്കാൻ. പിന്നെ അടുത്തത് മ്യായാവി. കാണുന്നുണ്ടോ? നമ്മളെ മ്യായാവി ഓർമ്മയുണ്ടോ? മായാവിനെയും കുട്ടൂസനെയും ഡാഗിനീനെയും ലുട്ടാപ്പിനെയൊന്നും ഇപ്പോഴും ആരും മറക്കൂലല്ലേ. ഇപ്പോഴും നല്ല ഒരിക്കലും. മേ ബി മായാവി നല്ല രസമാണ്. എപ്പോഴത്തെ പോലെ തന്നെ ലുട്ടാപ്പി ഒരു മായാവിനെ പിടിക്കും, എന്നിട്ട് ലുട്ടാപ്പി ഇടം കൊണ്ട് കളയും. ഇതെൻ്റെ സംഭവം. അപ്പോൾ എന്തരാ, ഞാൻ അടുത്ത നോക്കാം. ശിക്കാരി ശംഭു. അച്ഛനാ നമ്മൾ ശംഭു അണ്ണനല്ലേ ഇത്. ശംഭുവിനൊന്നും ഒരു മാറ്റവും ഇല്ല ഗൈസ്. ആ പണ്ടത്തെ ചളുപുളി ശംഭു തന്നെ. സ്റ്റോറിയും അങ്ങനെ തന്നെയാണ്. പക്ഷെ സ്റ്റോറി ഞാനിപ്പോൾ വായിച്ചു തന്നവരൊരു മനസ്സിലാവില്ല. പിന്നെ എന്തരാ, നമ്മൾ അക്കു വയ്ക്കും. അച്ഛോ ഇത് അക്കു വയ്ക്കുവരുടെ, സോറി, നെക്സ്റ്റ് പേജിലാണ് അക്കുനെ ഇക്കുനെയും കാണുന്നത്. അപ്പോൾ കാണിച്ചു തരാം. മാജിക് മാൽ ഉണ്ടായിരുന്നല്ലോ, അത് ബാലഭൂമിയിലാണോ? ഞാൻ വായിച്ചപ്പോൾ മാജിക് മാൽ ഉണ്ടേനോ, അതിനിപ്പോൾ ബാലഭൂമിയിലേനോ? ബാലരമയിലല്ലേ മാജിക് മാൽ ഉണ്ടായത്? ഇതിലെന്താ കാണാത്തത്? മാജിക് മാലൊക്കെ ഒരുപാട് മാറിപ്പോയി. ആർക്കും വയ്ക്കൂല. അവരിപ്പോഴും എപ്പോഴും ബഡീസ് തന്നെയാണ്. ഇനിയിപ്പോൾ എന്തരാ, എന്നാലും മാജിക് മാലു എവിടെ പോയി നോക്കാം. ഇനി അടുത്ത ജംഗിൾ ടൈംസ്, ഒരു വനപത്രം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇത് പൊളിയാട്ടോ വായിക്കാൻ. ഇത് ഞാൻ വായിച്ചു തരാം. വടിവാല് കൊണ്ട് കേക്ക് മുറിച്ച ഗുണ്ടാ തലവൻ പിടിയിൽ. എൻ്റെ പൊന്നി ഇതേണ്ടേ, ഇതീ കാണുന്ന കേട്ടോ ഗുണ്ടാ തലവൻ. ഓറഞ്ച് അലേർട്ട് പിൻവലിച്ച് ഇന്ന് മുതൽ ചക്ക അലേർട്ട്. എയർ ബാലൻസ് തെറ്റി ആനപ്പൻ ആശുപത്രി. എൻ്റെ പൊന്നി കാറ്ററാക്ട് ശസ്ത്രക്രിയ എലികൾക്ക് സൗജന്യമായി ചെയ്തു കൊടുക്കും. എന്ത് രസമാണല്ലേ. പിന്നെ ജംഗിളിലാവും. ഇത് നമുക്കില്ലാത്ത കാനിട്ടാ. പക്ഷേ ആർക്കും കുറയൊന്ന് പറയോ? മാജിക് മാല് ബാലഭൂമിയിലായിരുന്ന? ഞാൻ ഇതിൻ്റെ അകത്താണല്ലോ കണ്ടത്. അയ്യോ, പക്ഷേ മറന്നു. ശരിക്കും മാജിക് മാലു ഇതിൻ്റെ അകത്ത് അല്ലായിരുന്നു. അപ്പോൾ വിഷയമുണ്ടല്ലോ, ശരിക്കും നമ്മളെ മാജിക് മാലു ആളാകെ മാറിപ്പോയി. ഇപ്പം അടുത്തെങ്ങാണ്ട് ആരെങ്കിലും ബാലഭൂമി ആണെങ്കിൽ ബാലഭൂമി വായിച്ചിട്ടുണ്ട് മനസ്സിലാവും. മാജിക് മാലുവെ കണ്ടാലേ മനസ്സിലാകാത്ത രീതിയിലായിപ്പോയി. അല്ലെ എൻ്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ട് ആളാകെ മാറിയ പോലെയുള്ളത്. മായാവിക്കും കുട്ടൂസനും ലുട്ടാപ്പിക്കും ഡാഗിനിക്കൊന്നും ഒരു മാറ്റമില്ല, പണ്ടത്തെ പോലെ തന്നെ ഉള്ളത്. പിന്നെ ശിക്കാരി ശംഭു, പിന്നെ സൂത്രനും ഷേരു, അക്കുയിക്കു, അവരൊക്കെ പണ്ടത്തെ പോലെ തന്നെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് മാറിയതെന്ന് തോന്നുന്നത് എനിക്ക് അതാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ പോലെയാണെന്നോ എല്ലാവരും ഒന്നും എനിക്കറിയില്ല. എനിക്കിപ്പോൾ മലയാളം എഴുതാനും വായിക്കുമ്പം ഒരു എല്ലാം മാറിപ്പോകും. പിന്നെ പക്ഷെ എന്നാലും ഞാനെന്തായാലും നോക്കട്ടെ ബാലഭൂമി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ. ഞാൻ കാണുന്നില്ല. ഇപ്പം കുറച്ച് ദിവസം ഞാനിങ്ങനെ നോക്കി എടുക്കുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ കാണുന്നില്ല. എൻ്റേതെന്ന് വെച്ചാൽ വേറെന്തോണ്ട് എന്നാൽ ഇപ്പം കുറച്ച് എന്താ പറയണ്ടേ കോമഡി, നമ്മൾ ഡുണ്ടുമോനൊക്കെ പോലത്തെ അങ്ങനത്തെ കുറച്ച് സംഭവം വന്നിട്ടുണ്ട്. നമ്മളൊന്നും കാണാത്ത ഭൂതവൈദ്യം എന്ന് പറഞ്ഞിട്ടുള്ള, അത് ജസ്റ്റ് 1 പേജിൽ വരുന്ന കോമഡി ഉണ്ടല്ലോ, ഒന്നത്. പിന്നെ എന്തരാ, പിന്നെ എൻഡിങ്ങിൽ ജംഗിൾ രാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാക്കയുടെ കേട്ടോ, ഒരു കാക്ക. ഒന്നും വലിയൊരു രസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
ഇതന്നെ ഇപ്പോൾ ബാലഭൂമിയിലായിരുന്നു ബാക്കിയുള്ളതെല്ലാം മെയിനായിട്ടുള്ള കാര്യം ഉള്ളത്. എന്തായാലും പച്ചക്കിലി ഒന്ന് മേടിക്കാം. അയ്യോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് നോസ്റ്റാൾജിക്ക് ഒന്ന് അടിക്കണം എന്നുള്ള ആൾക്കാർക്കല്ലോ, ഒന്ന് നോസ്റ്റാൾജി പഴയ കാലത്തിലേക്കെല്ലാം ഒന്ന് എത്തി നോക്കിയിട്ട് വരാമെന്നുള്ളതിലല്ലോ ഒന്ന് ജസ്റ്റ് ഒരു ബാലഭൂമി ബാലരമയിലൊന്ന് ഒന്ന് മേടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അപ്പോൾ എന്താവും, പഴയ കാലം ഇങ്ങനെ ഓർമ്മിക്കുക. അല്ലാണ്ട് നമുക്കിപ്പോൾ തിരിച്ച് അതിലേക്ക് പോകാനൊന്നും പറ്റൂല, പക്ഷെ എന്നാലും നമുക്ക് ചിന്തയിലൂടെ പോകാമല്ലോ. അപ്പം എന്തിനാവും. അപ്പം എന്നാ ഇനി വെടുപ്പിച്ച് കഴിഞ്ഞിട്ടിടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എനിക്കിത് വായിച്ചപ്പോൾ ഇത് എന്താ പറയണ്ടേ, ഷെയർ ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇത് മേടിച്ച് നോക്കുക. വേണ്ടവർ. എനിക്ക് പിന്നെ പണ്ടേ എൻ്റെ ക്യൂട്ടിക്കളി മാറാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇതൊക്കെയാണ് വായിക്കാറ്. അപ്പം എന്തിനാ, അപ്പം വേറൊന്നുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.